ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് വേഡ്. ഇറ്റ്സ് മീ ശരണ്യ. അപ്പോൾ നമ്മുടെ ഹാൻഡ് വർക്കിൻ്റെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സ്റ്റിച്ചസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിച്ചസുകളാണ് കേട്ടോ കാണുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് നോക്കുന്നത്. കട്ട് ബീഡ്സ് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഷുഗർ ബീഡ്സ് ചെയ്തില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ബാക്ക് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരെണ്ണം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഒരുമിച്ചിട്ട് ചെയ്താൽ ഒരു ലെവൽ വരത്തില്ല. ഒന്നാമത് കട്ട് ബീഡ്സ് എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരേ ലെവലായിരിക്കത്തില്ല ആ ഒരു ബീഡ്സ്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ എല്ലാം കൂടെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ലെവലില്ലാതെ പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം ഇട്ട് ഇതേപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്താണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്തും കുറച്ചൊക്കെ ഒന്ന് ലെവലില്ലാതെയൊക്കെ ഇരിക്കും. നമുക്കതിനെയൊക്കെ ലാസ്റ്റ് നമുക്ക് ലെവൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കതെങ്ങനെ ലെവൽ ചെയ്യാമെന്നും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഓരോ കട്ട് ബീഡ്സും ഇതേപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്താണ് കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് പാടാണ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സമയം എടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ചെയ്ത് തീരുമ്പോഴത്തേക്കും ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ലെവൽ ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് തീർന്നിടത്തുനിന്ന് സൂചി മുകളിലോട്ട് എടുത്തിട്ട് ഓരോ കട്ട് ബീഡ്സിൻ്റെ അകത്തു കൂടെയും സൂചി കടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ നമുക്ക് ഫുൾ കയറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ കയറ്റുക. അല്ലെങ്കിൽ ഇതേപോലെ 4-5 എണ്ണം കയറ്റിയതിന് ശേഷം അടുത്ത 4-5 കട്ട് ബീഡ്സ് നൂലിൽ കൂടെ കയറ്റുന്നു. വീണ്ടും ബാക്കിയുള്ളതും കൂടെ കയറ്റിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ വന്നതിന് ശേഷം അതങ്ങ് താഴോട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. താഴോട്ടങ്ങ് നൂലങ്ങ് അടിയിലോട്ട് നൂല് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പം നമുക്കൊരു ലെവല് പോലെ കിട്ടും. മറ്റേത് നമ്മൾ ചില സമയങ്ങളിൽ ലെവലില്ലാതെ ഇരിക്കും. ഇനി നമുക്ക് ബാക്കി അതും കൂടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അപ്പം ഞാനൊന്ന് സ്പീഡപ്പ് ചെയ്യുകയാണ്. സ്പീഡപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പകുതി വരെ ഏകദേശം ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയും കൂടെയാണ് ഞാൻ അത് ലെവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ബാക്കിയിലൂടെ എത്തുമ്പോഴത്തേക്കും സൂചി കുത്തി താഴോട്ടങ്ങ് ഇറക്കിയാൽ മതി. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കെട്ടിടുന്നതാണ്. സാധാരണ എങ്ങനെയാണോ കെട്ടിടുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് കേട്ടോ കെട്ടിടുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷീൻ്റെ നൂലാണ് കേട്ടോ യൂസ് ചെയ്തത്, എംബ്രോയ്ഡറി നൂലല്ല. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റിച്ച് നോക്കാം. അടുത്തെന്ന് പറയുന്നത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതേപോലെ ഒരു കട്ട് ബീഡ്സ് എടുത്തിട്ട് അതിനും നമ്മൾ ചെറിയ സൂചി വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ മെഷീൻ്റെ നൂലുമാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ഒരു കോൺ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത് നോക്കിക്കോ. ആദ്യം നമ്മൾ ആ ഒരു കട്ട് ബീഡ്സ് ഇട്ടിട്ട് ഒന്ന് ചരിച്ച് വെച്ചിട്ടാണ് സൂചി ഒന്ന് കുത്തി ഇറക്കുന്നത്. ആ കുത്തി ഇറക്കിയതിൻ്റെ കുറച്ചപ്പുറത്തോട്ട് തന്നെ വീണ്ടും മുകളിലോട്ട് സൂചി എടുത്തതിന് ശേഷം വീണ്ടും കട്ട് ബീഡ്സ് അതിലിട്ടിട്ട് വീണ്ടും ചെറിയ ഒരു ചരിവ് കൊടുത്ത് വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അതായത് ഒരു കോൺ പോലെ ആകൃതിയിൽ വരണം. അപ്പോൾ നമ്മൾ ചെയ്ത് നിർത്തുന്നത് എവിടെയാണോ അവിടെ നിന്ന് വേണം, അതിൻ്റെ സൈഡിൽ നിന്ന് വേണം വീണ്ടും സൂചി എടുക്കാനായിട്ട്. അപ്പോൾ മനസ്സിലാവാത്തവർ വീഡിയോയിലോട്ട് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വീഡിയോയിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ബ്ലൗസിൻ്റെയൊക്കെ നെക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ ഈ ഒരു മോഡൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ബേസിക്കായിട്ടുള്ള ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് എങ്ങനെ നെക്ക് ഡിസൈൻ ചെയ്യാമെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. നെക്കും സ്ലീവും ഒക്കെ നമുക്ക് ഈ പഠിച്ച സ്റ്റിച്ചസുകൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യവും ഞാൻ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അതെല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് ഇതെല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു വർക്ക് എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ബേസ് ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ ഒരു ഫിനിഷിംഗ് ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസ് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. ഇതൊരു ആൻറ്റീക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ പല വലുപ്പത്തിലുള്ള കട്ട് ബീഡ്സ് നമുക്ക് കിട്ടും. ഇത് അത്യാവശ്യം ഇത്തിരി ഒരു നീളമുള്ള സൈസാണ്. ഞാൻ അതിന് മുന്നേ ചെയ്തിട്ടുള്ളത് ചെറിയ ഒരു കട്ട് ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരെണ്ണം വെച്ച് തന്നെ ഇങ്ങനെ ഒരു കോൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കോൺ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു ബീഡ്സ് ആഡ് ചെയ്ത് അതൊരു മറ്റൊരു ഡിസൈനായിട്ടും എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ മാത്രമാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് സ്പീഡപ്പ് ചെയ്ത് കാണിച്ചു തരാം. പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ അതുപോലെ ഷെയറും ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ താഴെ പറയണം. വീഡിയോസുകൾ ഉപകാരം ആവുന്നുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം.
അപ്പോൾ നമ്മൾ ഫുൾ ചെയ്ത് തീരുമ്പോഴത്തേക്കും ദാ ഇതേപോലെ ഇരിക്കും. ഇനി നമ്മൾ ഇതേ കട്ട് ബീഡ്സ്, അതായത് ഈ ഒരു കട്ട് ബീഡ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ ഫ്ലവർ വരച്ച സമയത്ത് അവിടെ പടം ഒന്ന് ചെറുതായിട്ട് തെറ്റി. അപ്പോൾ ഞാൻ മാറ്റിയ സമയത്താണ് കേട്ടോ അങ്ങനെ ഒരു ഇതായത്. പിന്നെ ഫസ്റ്റ് നമ്മൾ ആ പൂവിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഇതേപോലെ ഒരു ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് വെക്കുക. അപ്പോൾ സെൻറ്ററിലായിട്ടാണ്. ഇപ്പോൾ കുറച്ചുകൂടെ വലിയ മുത്ത് കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വെച്ചത്. അപ്പോൾ 2-3 സ്റ്റിച്ച് വെച്ച് അതൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു സ്റ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ഇളവി പോകും, അതുകൊണ്ടാണ് കേട്ടോ 2-3 സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ബീഡ്സ് ആ വരച്ചേക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത്, ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇതിനൊക്കെ നമ്മൾ സാധാരണ മെഷീൻ്റെ നൂലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, വേറെ എംബ്രോയ്ഡറി നൂലൊന്നും അല്ല. അപ്പോൾ അത് സാധാ മെഷീൻ്റെ നൂലെടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ ദാ ഇതേപോലെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി സ്റ്റിച്ചസുകളൊക്കെ പരിചയപ്പെടാം. അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്.